അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തയമ്മം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചു. അപ്പോൾ തയമ്മം ചെയ്യുന്നതിൻ്റെ രൂപമാണ് ഇവിടെ കാണിക്കുന്നത്. തയമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടാത്ത സാഹചര്യത്തിൽ മണ്ണ് കൊണ്ട് മണ്ണിലടിച്ചിട്ട് തയമ്മം ചെയ്യുന്നു. അതല്ലെങ്കിൽ വെള്ളം ഉണ്ട് പക്ഷേ ഒളുവിൻ്റെ അവയവങ്ങളിൽ, ഉദാഹരണത്തിന് കൈയിൻ്റെ ഈ ഭാഗം അല്ലെങ്കിൽ മുഖം അല്ലെങ്കിൽ കാലിൻ്റെ നിര്യാണിക്ക് താഴെ, അതൊക്കെയാണ് ഒളുവിൻ്റെ അവയവങ്ങൾ. വെള്ളം ചേരാൻ തടസ്സമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, മുറിവ് പറ്റിയിട്ട് ബാൻഡേജ് ഇട്ടിട്ടുണ്ട് എന്ന് കരുതുക. ഇങ്ങനെയാണെങ്കിൽ തയമ്മം ചെയ്യണം. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് ഒക്കെ ശരിക്കും വെള്ളം കൊണ്ട് തന്നെ ഉളവെടുക്കണം. മുറിവ് കെട്ടിയ ആ ഭാഗത്ത് കൈ കൊണ്ടൊന്ന് തടയും വേണം. അതിന് ശേഷം വെള്ളം ചേരാത്ത ഭാഗം ഉണ്ടല്ലോ, അതിന് പകരമായിട്ടാണ് നമ്മൾ തയമ്മം ചെയ്യുന്നത്. അത്തയമ്മു ലർബത്താനി ലർബത്തുൻ ലിൽ വജ്ഹി വ ലർബത്തുൻ ലിൽ യദൈനി എന്നാണ് ഹദീസുള്ളത്. തയമ്മം എന്ന് പറഞ്ഞാൽ 2 അടിയാണ്, ലർബത്താണ്. ഒന്ന് മുഖത്തിന് വേണ്ടിയും മറ്റൊന്ന് 2 കൈകൾക്ക് വേണ്ടിയും. അതായത് 2 അടി അടിക്കണം. 1 അടി അടിച്ചിട്ട് മുഖം തടവുക, മറ്റൊരടി അടിച്ചിട്ട് കൈ രണ്ടും തടവുക. അപ്പോൾ ആ രൂപമാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഒറ്റ അടി മതി എന്ന അഭിപ്രായവും ഉണ്ട്. ഏതായാലും 2 അടി കൊണ്ട് തയമ്മം ചെയ്യുന്ന രൂപം. ആദ്യമായിട്ട് ബിസ്മി ചൊല്ലി നീയത്തോടു കൂടി മണ്ണിൽ അടിക്കുക. നീയത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ മനസ്സിൽ കരുതുക, ഞാനിപ്പോൾ തയമ്മം ചെയ്യുകയാണ്, നിസ്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മം ചെയ്യുകയാണ് എന്ന് മനസ്സിൽ കരുതുക. എന്നിട്ട് ഒരു മണ്ണിൽ ബിസ്മി ചൊല്ലി അടിക്കുക. എന്നിട്ട് മുഖം മണ്ണിലടിച്ചതിന് ശേഷം ഒന്ന് കൈ ഒന്ന് കൊട്ടുക. പറ്റിപ്പിടിച്ച മണ്ണൊക്കെ പോയിക്കോട്ടെ, മണ്ണ് ശരീരത്തിലാവണം നിർബന്ധമൊന്നുമില്ല. ഉണങ്ങിയ മണ്ണിലാണ് നമ്മൾ അടിക്കുന്നത്. അടിച്ച ശേഷം ഒന്ന് കൊട്ടുക. ഊതിയാൽ മതിയെന്നും ഹദീസിലുണ്ട്. എന്നിട്ട് മുഖം മൊത്തത്തിലൊന്ന് തടവും. അതിനുശേഷം 2ാമത്തെ അടി അടിക്കുക. 2ാമത്തെ അടി അടിച്ചിട്ട് വലത് കൈയാണ് ആദ്യം തടവേണ്ടത്, ഇടത് കൈ കൊണ്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഈ തള്ളവിരൽ ഇവിടെ ചേർക്കുക. അപ്പോൾ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തെ മണ്ണ് അവിടെ ഉണ്ട്, നമ്മളിങ്ങനെയാണല്ലോ ചെയ്തത്, അവിടെ നമ്മൾ തട്ടുന്നില്ല, ഇങ്ങനെ ചെയ്യാണ് ചെയ്തത്. അത് എന്നിട്ട് ഈ വിരൽ കൊണ്ട് ഇടത് കൈ ചെയ്യാം, ഈ കൈ കൊണ്ട് വലത് കൈ കൊണ്ട് ഇടത് കൈയും ചെയ്യാം. അത്രേ ഉള്ളൂ. തയമ്മം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.